വിശ്വമോഹിനി ജഗദംബികേ ദേവി തപ്തമാമിൻ മനസ്സിൽ നിൻ രൂപം സ്പഷ്ടമാകും സഹസ്രദള പത്മ സുസ്ഥിതേ മമ നിറമാലകൾ. എല്ലാവർക്കും നമസ്കാരം. ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഏവർക്കും ഗായകപ്രിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദേവീഗീതം എന്ന വളരെ പരിചിതമായിട്ടുള്ള ഭക്തിഗാന സമാഹാരത്തിലെ ഒരു ഗാനമാണ് ഇന്ന് നൊട്ടേഷൻസോട് കൂടി അവതരിപ്പിക്കുന്നത്. ഇത് ഹിന്ദോളം എന്ന രാഗത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. എല്ലാ സംഗീത പ്രേമികളും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രാഗമാണ് ഹിന്ദോളം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാനത്തിന് മനോഹാരിത ഏറെയാണ്. അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. വിശ്വമോഹിനി ജഗദംബികേ ദേവി തപ്തമാമിൻ മനസ്സിൽ നിൻ രൂപം സ്പഷ്ടമാകും സഹസ്രദള പത്മ സുസ്ഥിതേ മമ നിറമാലകൾ. നൊട്ടേഷൻസ്: ഒരു അടി കഴിഞ്ഞിട്ടാണ് ഈ പാട്ടിലുള്ള കൂടുതൽ ഭാഗങ്ങളും അതുപോലെ ഒരു ബീറ്റ് കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിശ്വമോഹിനി ഗമ ഗമധനി സാ തദമാ വിശ്വമോഹി ഗമ ഗമധനി സാ സാ അത്രയും വരും. വിശ്വമോഹി ഗമധനി സാ സാ നീ തദമാ. ആ മോ എന്നുള്ളവിടെയാണ് കുറേ സ്വരങ്ങൾ വരുന്നത്. വിശ്വമോഹിനി ഗമ ഗമധനി സാ സാ പദമാ ജഗദംബികേ ദേവി ഗസദാദ സനിസ നിസ മഗഗ തപ്തമാമിൻ ഗമ ഗമധനി സാ സദാ. നമ്മൾ വിശ്വമോഹി എന്ന് പാടിയില്ലേ, അത്രയും പാടുക. ഗമ ഗമധനി സാ വിശ്വമോഹി തപ്തമാ. പിന്നെ വ്യത്യാസം വരുന്നത് മിൻ അവിടെയാണ്. സദാ ഗമ ഗമധനി സാ സദാ മനസ്സിൽ നിസദാ സനി സാ സാ നിൻ രൂപം തപ്തമാമിൻ മനസ്സിൽ നിൻ രൂപം സ്പഷ്ടമാകും സ്പഷ്ട നിസ നിസമഗമാ കസ സ്പഷ്ടമാകും എന്നുണ്ട്. സ്പഷ്ടമാ നിസ നിസമഗമാ മാകും കസ സഹസ്രദള പത്മ നിസഗനി സഗസ എന്നുണ്ട്. സഹസ്രദള നിസഗനി സഗസ സഹസ്രദള പത്മ നിസഗനി സഗസധാദ സുസ്ഥിതേ മമ നിറമാലകൾ. സുസ്ഥിതേ ഗമ ഗമധനി സാ മമ ധമഗസ മമ ധമഗസ അത്രയും വരുന്നുണ്ട്. സുസ്ഥിതേ മമ നിറഗസ മാല ദ അദാദ നിധ നിധ എന്ന് ടച്ച് ചെയ്ത് പാടണം. ഗസ നിധ നിധ നിറമാലകൾ സനിസ. ഇത്രയാണ് പല്ലവി വരുന്നത്. ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ വിശ്വമോഹിനി എന്ന് വരും. ഗമ ഗമധനി സാഗസ വിശ്വമോഹി മോഹിനി എന്ന് വരും. ആദ്യം പാടിയത് വിശ്വമോഹിനി എന്നാണെങ്കിൽ രണ്ടാമത് പാടുമ്പോൾ വിശ്വമോഹിനി സാഗസ എന്ന് വരും. ഈ വിശ്വമോഹിനി രണ്ടാമത് പാടിയത് തന്നെയാണ് അനുപല്ലവി പാടിയിട്ടും ചരണം പാടിയിട്ടും ഒക്കെ പാടുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. കേശഭാരത്തിങ്കൾ നീലമേഘങ്ങളും രുധിരവർണ്ണത്തിൽ നിന്നധരങ്ങളും പ്രകാശം സ്ഫുരിക്കും പ്രസാദാർദ്രനേത്രം പ്രഭാപൂരമെങ്ങും സുനാസാമണിസ്തം.
അതിൻ്റെ നൊട്ടേഷൻസ് ഇങ്ങനെയാണ്: ഗാമ മാമ ഗാമഗ സാസ കേശഭാരത്തിങ്കൽ നീലമേഘങ്ങളും സസഗസ നീനി രുധിരവർണ്ണത്തിൽ നിന്ന് സസമാമമാ അധരങ്ങളും. ഒരുമിച്ച് പാടുമ്പോൾ കേശഭാരത്തിങ്കൽ നീലമേഘങ്ങളും രുധിരവർണ്ണത്തിൽ നിന്നധരങ്ങളും പ്രകാശം സ്ഫുരിക്കും പ്രസാദാർദ്രനേത്രം മഗാമാധദാദാദ മാധാനിനി. ഇതിൽ പ്രകാശം, അതിൽ പ്ര എന്ന അക്ഷരം കഴിഞ്ഞ വരിയുടെ അവസാനം പാടേണ്ടതാണ്. അതായത് നിന്നധരങ്ങളും പ്രകാശം, കാശം എന്നുള്ളതിൻ്റെ കാ സമത്തിലാണ് വീഴുക, അത് ശ്രദ്ധിക്കുക. പ്രകാശം സ്ഫുരിക്കും പ്രസാദാർദ്രനേത്രം നിധാനേ സസാസ നിധാനേ സസാസ പ്രഭാപൂരമെങ്ങും സുനാസാമണിസ്തം. ഇതിലുള്ള പ്രഭാപൂരത്തിൻ്റെ പ്ര എന്ന അക്ഷരവും ഇതിന് മുൻപത്തെ വരിയുടെ അവസാനമായിട്ടാണ് വരിക. അതായത് പ്രസാദാർദ്രനേത്രം പ്രഭാപൂരമെങ്ങും സുനാസാമണിസ്തം. അനുപല്ലവി ഒരു ബീറ്റ് കഴിഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 തുടിക്കും കവിൾ തട്ടി രാഗഭാവങ്ങളും ശ്രവിക്കുന്നു കർണങ്ങൾ സർവവും നാദമായി. നൊട്ടേഷൻസ്: 1 നീ നീ സ നീ സാ 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 നീ സ നീ സാ സ സാ ധനി നീ നി ധനി നി സനിധ ധനി സ നീ സാ സ സാ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 2 വരി ഒരേപോലെ തോന്നും, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്തത് തുടിക്കും എന്നാണ്, നീ നീ സാ. അടുത്ത വരി നീ സാ നീ രാഗഭ എന്നാണ്. ആ 2 വ്യത്യാസം ഒന്ന് നോക്കുക. ശ്രവിക്കുന്നു കർണങ്ങൾ ധനിനി സനിധ കർണങ്ങൾ സർവവും ധനി സനി നാദമായി സാ സ സാ. ഇതേ വരി റിപ്പീറ്റ് പാടുന്ന സമയത്ത് രാഗഭാവങ്ങളുണ്ട്, അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. രാഗഭാവങ്ങളും എന്ന് വരും. രാഗ എന്നാണ് മുൻപ് പാടിയത്. ഇവിടെ രാ നിനി രാഗഭാവങ്ങളും നിനി സനി സാഗ സാഗ സനിനിധ എന്ന് വരും. അടുത്ത വരി സ്വരങ്ങൾ പൊഴിക്കും കണ്ഠസൗന്ദര്യവും ധരിപ്പു സുരാധിപേ ഗന്ധർവ വീണകൾ. ഈ ഒരു ഭാഗത്താണ് കുറച്ചധികം താരസ്ഥായിലോട്ട് പാട്ട് പോകുന്നത്. സ്വരങ്ങൾ പൊഴിക്കും ധനി സഗ സഗ ഗാഗ പൊഴിക്കും സ്വരങ്ങൾ പൊഴിക്കും ധനി സഗ സഗ ഗാഗ കണ്ഠസൗന്ദര്യവും സമാഗമ സമാഗമ കണ്ഠസൗന്ദര്യവും സമാഗമ ഗസസാസ ധരിപ്പു സുരാധിപേ നിസഗസ നിഗസദമ ധരിപ്പു സുരാധിപേ നിസഗസ സുരാധിപേ സദാസദമ ഗന്ധർവ ഗമധമ വീണകൾ മദാമഗസ ധരിപ്പു സുരാധിപേ ഗന്ധർവ ഗന്ധർവ എന്നുണ്ട്. ഗന്ധർവ വീണകൾ. ഇതിനുശേഷം പല്ലവിയുടെ 2 വരി പാടിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. വിഷമോഹിനി ആ സംഗതിയാണ് പാടേണ്ടത്. ചരണം. സംഗീതവും ദിവ്യ സാഹിത്യവും സദാ ചുരത്തും നിതാനി കുജങ്ങളാം കുംഭങ്ങൾ. അനുപല്ലവിയുടെ അതേ ഈണമാണ്, വ്യത്യാസം വരുന്നത് സാഹിത്യവും സദാ. സദാ അവിടെ നൊട്ടേഷൻ വരുന്നത് സദാ എന്നാണ്. ഈ സാഹിത്യവും സ്വരങ്ങളും കൂടെ ബ്ലെൻഡ് ചെയ്ത് ഈണം പകരുന്ന ഒരു ശൈലിയുണ്ട്. അതാണ് ഇവിടെ മനോഹരമായിട്ട് വന്നിരിക്കുന്നത്.
സാഹിത്യവും സദാ ചുരത്തും നിതാനിൻ കുജങ്ങളാം കുംഭങ്ങൾ. റിപ്പീറ്റേഷനിൽ വരുന്ന വ്യത്യാസം. സംഗീതവും ദിവ്യ എന്ന് വരും. സാഗസനി ദിവ്യ സാഹിത്യവും സദാ സാഗസനിത എന്ന് വരും. ബാക്കി പഴയതുപോലെയാണ്. നിൻ കരങ്ങൾ തരുന്നു വരങ്ങൾ മഹേശ്വരി, നിൻ പാദസൂനങ്ങൾ നമിപ്പു മൂകാംബികേ, വിശ്വമോഹിനി ജഗദംബികേ ദേവി. തപ്തമാമിൻ മനസ്സിൽ നിൻ രൂപം സ്പഷ്ടമാകും സഹസ്രദള പത്മ സുസ്ഥിതേ മമ നിറമാലകൾ. ഇനി ഇത് അവസാനിപ്പിക്കുമ്പോൾ നിൻ രൂപം എന്നാണ്. സാഗനി സാനിദ മഗ സനിദ നി സാഗരി മഗ സാ. നിൻ രൂപം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ഗാനവുമായി കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.